ഹീനജാതിപ്പെട്ട നീ നമ്മുടെ വഴി തടയാറായോ? വഴി മാറുക. നിന്നെപ്പോലുള്ള ഏഭ്യന്മാരോട് സംസാരിച്ചു കളയാനുള്ളതല്ല നമ്മുടെ വിനാഴികൾ. മുന്നീന്ന് മാറുക. നാം എന്തിനു മാറണം? നിങ്ങൾക്ക് പോകാൻ ആവശ്യത്തിന് സ്ഥലം ഇവിടെ ഉണ്ടല്ലോ, അതുവഴി പൊയ്ക്കൂടെ? എത്തിയോ? നീയാണല്ലോ ഇപ്പൊ ഇവറ്റകളുടെ ദൈവം, മനിച്ച ദൈവം. ഇവരെയും എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് ഒരേ ദൈവമാണ്. ഏതു ദുഃഖത്തിലും ആപത്തിലും ദൈവത്തിന്റെ സഹായഹസ്തമുണ്ടാകും. ഐത്തവും അധികാരഭ്രാന്തും കൊണ്ട് കണ്ണു മൂടിക്കെട്ടിയ ചിലർ അത് തിരിച്ചറിയാതെ പുലമ്പുന്നു മാത്രം. ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഇക്കൂട്ടരുടെ രക്ഷകനാകാനുള്ള നിന്റെ ശ്രമം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് നല്ലത്. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതിരിച്യതേ. ദുഷ്കീർത്തി നേടുന്നതിലും നല്ലത് മരണമാണ്. യുദ്ധമാണതിനുത്തമം. യുദ്ധത്തിലെ മരണത്തിന് ദുഷ്കീർത്തി ഉണ്ടാവില്ല. യുദ്ധം തന്നെയാണ് വേണ്ടത്. ഭഗവാൻ ഇതിന് മറുപടി നൽകുന്നുണ്ടല്ലോ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഗതി പാവകഃ ന ചേനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഈ ആത്മാവിനെ ആയുധം മുറിവേൽപ്പിക്കുന്നില്ല, ഇവനെ തീ ദഹിപ്പിക്കുന്നുമില്ല, ഇവനെ വെള്ളം നനയ്ക്കുന്നുമില്ല, കാറ്റുണക്കുന്നുമില്ല. രക്ഷകനും ശിക്ഷകനും എല്ലാം ദൈവം തന്നെയാണ്. ഭഗവത്ഗീത അതല്ലേ പറയുന്നത്? ഗീത പഠിക്കാനും പറയാനും ആര് നിനക്ക് അധികാരം തന്നു? അതിന് നിനക്കെന്ത് അവകാശം? അറിവാരുടെയും ഭിക്ഷയല്ല. അത് നിഷേധിക്കാൻ ആർക്കും അധികാരവുമില്ല, അവകാശവുമില്ല. അങ്ങനെ ഉണ്ടെന്ന് ഭാവിക്കുന്നത് അജ്ഞതയാണ്, ദൈവനിന്ദയാണ്. പരമജ്ഞാനി വന്നിരിക്കുന്നു. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നൊരു ചൊല്ലുണ്ട്. അതേ ഗതി തന്നെ ആയിരിക്കും നിനക്കും. ഇവറ്റകൾ നിനക്കെതിരെ തിരിഞ്ഞുകുത്തുന്ന ഒരു കാലം വിദൂരമല്ല. ഈ ദേശം മുഴുവൻ നിനക്കെതിരെ നിൽക്കും. നിന്നെ ചുട്ടു ചാമ്പലാക്കിയിരിക്കും. എണ്ണമറ്റ ആൾബലമുണ്ടായിട്ടും കുരുക്ഷേത്രത്തിൽ കൗരവർ തോറ്റുപോയില്ലേ? കാലത്തിന്റെ ഗതി അങ്ങനെയാണ്. ഉത്തരമില്ലാതെ വരുമ്പോ ഉപമ ചൊല്ലി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ നീ? അല്ലെങ്കിൽ പറയൂ, കുരുക്ഷേത്ര യുദ്ധകഥയ്ക്ക് ഇവിടെ എന്ത് പ്രസക്തി? ദൈവത്തിന് നിരക്കുന്നതും ദൈവത്തിന് നിരക്കാത്തതും, ഈ രണ്ട് ചേരികൾക്കിടയില് സദാ കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഐത്തവും ചാതുർവർണ്ണയവും കൗരവർക്കൊപ്പമാണ്. ഭഗവാൻ കൃഷ്ണൻ എന്നും പാവപ്പെട്ടവർക്കും ചവിട്ടി മെതിക്കപ്പെടുന്നവർക്കൊപ്പവും. ഇവനോടൊന്നും സംസാരിച്ച് സമയങ്ങളെ നേരമില്ല. മാറിയ അയ്യോ പാടില്ല. കലികാല വൈഭവം. മാറില്ല എന്ന് എന്നെ ഉറപ്പിച്ചിരിക്കുകയാണല്ലേ? എന്നാ പിന്നെ നോമങ്ങട് മാറാം. കഷ്ടപ്പാടിന്റെ സമയം, അതിനൊരു മാറ്റം ഉണ്ടാവോ ശമേ? എല്ലാം മാറും. അറിവാണ് എല്ലാ മാറ്റത്തിന്റെയും തുടക്കം. അറിവാണ് ഏറ്റവും വലിയ ആയുധം. അത് കയ്യിലുണ്ടെങ്കിൽ ആരും ആക്രമിക്കാൻ വരില്ല. വരുന്നവർ പിന്മാറുകയും ചെയ്യും. എങ്ങക്ക് അതിന് വിധിയില്ല ശമേ. എങ്ങടെ മോക്കും അത് എങ്ങടെ വിധിയാ. അറിവ് ആയുധമാക്കിയ ഭടന്മാർ പെരുകുമ്പോൾ ഐത്തവും അനാചാരവും വിരണ്ടോടും. ഇന്ന് വീണുപോയവരാണ് നാളെ പട നയിക്കേണ്ടത്. മാറ്റം അനിവാര്യമാണ്. പഞ്ചമി ഒരു ജ്വാലയാകട്ടെ. അതിൽ നിന്നും അറിവിന്റെ പന്തങ്ങൾ പടരട്ടെ. വേണ്ടാത്തതെല്ലാം അത് ചുട്ടിരിക്കട്ടെ. കരയുകയല്ല, കരകയറുകയാണ് വേണ്ടത്.
കഴിഞ്ഞോ കേശവ? അതുകൂടി കഴിഞ്ഞ ഇവിടുത്തെ നിർത്തിക്കൊള്ളൂ. എന്നിട്ട് താഴെ പാടത്തേക്ക് ചെല്ലൂ. അവിടെ ആള് കാത്തു നിൽക്കുക. ആ, ഇനി അടിച്ചു കൂട്ടുന്നത് ആ ഭാഗത്തേക്ക് മതി. ഇവിടുത്തെ അദ്ദേഹത്തിന് പൊടി പാടില്ലെന്ന് അറിഞ്ഞൂടെ? അങ്ങൊന്നിനിപ്പോ എങ്ങനെയുണ്ട്? പഴയപടി തന്നെ. ഒരിട്ട് ആഹാരം ഇറക്കാനും വയ്യ, വെള്ളമൊട്ട് കുടിക്കാനും വയ്യ. സൂക്ഷിച്ച് അവിടെ ഇരിക്കേ. ഓ, ഇപ്പോഴാശ്വാസം തോന്നുന്നുണ്ടോ? ശ്വാസം വിടാൻ പോലും പറ്റണില്ല. പിന്നെന്താ ആശ്വാസം? ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. മരുന്നും മന്ത്രവാദവും എല്ലാം. ഉമിനീരിറക്കാൻ പോലും വയ്യാണ്ടായി. സമയദോഷമായിരിക്കും. പിന്നെ അർച്ചന പൂജ എല്ലാം മുറതെറ്റാതെ ചെയ്യുന്നുമുണ്ട്. ദൈവങ്ങൾക്കും വേണ്ടാതായി കാണും. വേണ്ടാത്തൊന്നും പറയല്ലേ. ആ സമയം കൂടെ നാമം ജപിച്ചാട്ടെ. സഹിക്കാൻ പറ്റണില്ല. ഉമിനീരിറക്കുമ്പോ വായിലെ തൊലി കൂടെ ഇറങ്ങിപ്പോവുക. എനിക്കറിയാം ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന്. ചിലപ്പോ തോന്നും ഈ വേദനയേക്കാൾ ഭേദം മരണമാണെന്ന്. അങ്ങനെ ഒന്നും തോന്നരുത്, ചിന്തിക്കരുത്. എന്റെ കാര്യം എന്താ ഓർക്കാത്ത? നിന്റെ കാര്യം ഓർക്കുന്നത് കൊണ്ടാ ജീവിക്കണമെന്ന് തോന്നണത്. ഇന്നലെ അമ്മ ഒരു കാര്യം പറഞ്ഞു. എന്താണ് ആ നല്ല കാര്യം? അമ്മയോട് നമ്മുടെ ഒരു ബന്ധു പറഞ്ഞത് അത്രേ. പുതിയ വല്ല മരുന്നോ മന്ത്രവാദമോ? രണ്ടുമല്ല, അരൂപ്പുറമെന്ന സ്ഥലത്ത് ഒരു മഹാസിദ്ധനുണ്ടത്രേ. അരുവിപ്പുറോ? അവിടെ കൊടും കാടല്ലേ? കൊടും കാട് തന്നെ. ആ കാട്ടിലാണ് ഒരു സിദ്ധൻ തപസ്സിരിക്കുന്നത്. ആ, വലിയ താപസനായിരിക്കും. കടുവയും പുലിയുമാണത്രേ ആ ദിവ്യന് കാവല് കിടക്കുന്നത്. അവിടെ വരെ പോയി ദർശിച്ചാൽ ഫലം കിട്ടുമെന്നാ ബന്ധു പറഞ്ഞത്. ആ കൊടുങ്കാട്ടില് വയ്യാണ്ടിരിക്കണ ഞാൻ എങ്ങനെ പോവാനാണ്? പോയാ തന്നെ അതിന് ഫലം കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എന്റെ മനസ്സ് ഉറപ്പിച്ചു പറയുന്നു ഫലം കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിനെ പിണക്കണ്ട. ഈ ഒരു വാക്ക് മതി. എനിക്ക് ബലമായി, വിശ്വാസമായി. ഇനി വഴിയുണ്ടാകും. ഏത് കൈയിലൂടെയാണ് ദൈവം വരം തരുന്നതെന്ന് അറിയില്ലല്ലോ. അയ്യോ, കുറെ നടന്ന ക്ഷീണം കാണും. നല്ല വിശപ്പുണ്ടോ? വിശപ്പുണ്ട്.
എങ്കിലും ഈ അന്തരീക്ഷവും കാറ്റും ആശ്വാസം പകരുന്നു. ഭക്ഷണം വൈകാതെ ശരിയാവും തമ്പ്ര. ആ, അരിപ്പുറത്തേക്ക് ഇനി അധികം ദൂരമില്ലെന്നാ ഇവര് പറയുന്നത്. ആഹാരം കഴിച്ച് വേഗത്തിൽ നടന്ന ഉച്ച കഴിയുമ്പോ അരിപ്പുറത്തെത്താം. ഇത്രയും സഹിച്ചില്ലേ? ആശ്വാസം കിട്ടിയാ മതി. എത്ര നാളായി ഇങ്ങനെ ജലപാനം ഇല്ലാതെ. മടുത്തു. വിശപ്പ് അത് ഞാൻ എന്നേ മറന്നു. ഇങ്ങനെ വെള്ളമുറക്കാതെ നടക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങ് മരിക്കുന്നതാണ്. വെറുതെ അരുതാത്തതൊന്നും ചിന്തിച്ചിങ്ങനെ നിരാശപ്പെടണ്ട. എനിക്കതല്ല പേടി, പാമ്പും പുലിയൊക്കെ ഉള്ള കാടാ. ഏയ്, എനിക്ക് പുലിയെ പേടിയൊന്നുമില്ല, പാമ്പിനെയാണ് ഭയം. ഉള്ളത് പറയാലോ, എനിക്കെല്ലാം പേടിയാ. ഇത്രയും കഷ്ടപ്പെട്ടവിടെ എത്തുമ്പോ മഹാസിദ്ധൻ അവിടെ ഉണ്ടാകുമോ? കൂടുവിട്ടു കൂടുമാറാൻ കഴിവുള്ളവരാ സിദ്ധന്മാർ. കണ്ടു കിട്ടിയാ നമ്മുടെ ഭാഗ്യം. കണ്ടില്ലെങ്കിൽ ഈ കഠിന യാത്ര പാഴാവും. കാര്യം നടക്കാതെ ഇതേ വഴി തന്നെ തിരിച്ചു പോകണം. നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലേ? വേണ്ടാത്ത ഓരോരോ കാര്യങ്ങൾ പുലമ്പടും. എല്ലാ വശങ്ങളും ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെയല്ല, ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോ നല്ലത് പറയണം. കാര്യം നടന്നില്ലെങ്കിലും കൂട്ടിന് കുറച്ച് ചിന്തകളൊക്കെ വേണ്ടേ? നോക്ക്, കാറ്റിലാടുന്ന ആ ചില്ലകൾ പറയുന്നു കാര്യം നടക്കുമെന്ന്. എന്തോ എനിക്ക് അങ്ങനെ വിശ്വാസം വരുന്നില്ല. നമുക്ക് മടങ്ങേണ്ടി വരും. ഇങ്ങനെ കഴിക്കാതിരുന്നാൽ എനിക്കിതിറങ്ങില്ല. ഒരു വട്ടം ഒന്ന് ശ്രമിച്ചുകൂടെ? വേണ്ട, ഇനിയൊരു പരീക്ഷണം വേണ്ട. ചിലപ്പോ കഴിക്കാൻ പറ്റിയാലോ? എന്റെ മനസ്സങ്ങനെ പറയണു. ഏയ് വേണ്ട. കഴിക്കും തമ്പ്ര. അയ്യോ, അയ്യോ തമ്പ്ര, പറഞ്ഞില്ലേ, ഇതെന്നെയും കൊണ്ടേ പോകും. സ്വാമി, കുറെ അലഞ്ഞു, കുറെ വലഞ്ഞു അല്ലേ? അത് സാരമില്ല, സ്വാമിയെ ദർശിക്കാനായല്ലോ. പ്രാർത്ഥനയിലൂടെയാണ് കാടും മലയും താണ്ടി വന്നത്. പ്രാർത്ഥന ഒരിക്കലും വിഫലമാകില്ല. സ്വാമി ഇവിടെ തന്നെ ഉണ്ടാകുമോ എന്നും സംശയിച്ചു. നാം മറ്റെവിടെ പോകാനാ? എവിടെ പോയാലും പ്രാർത്ഥിക്കുന്നിടത്ത് സ്വാമി എത്തും. അത് പോട്ടെ, എന്താ എല്ലാരും കൂടി കാട്ടിലേക്ക്? സ്വാമികളെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിപ്പാനാണ്. ദർശനം കിട്ടും, അനുഗ്രഹം എവിടുന്ന് വാങ്ങാനാ? ഭഗവാനിൽ നിന്നും അനുഗ്രഹം വാങ്ങാനാണ്. ഓ അങ്ങനെയോ? ആദ്യം ആഗ്രഹം കേൾക്കട്ടെ, പിന്നെയല്ലേ അനുഗ്രഹം. കുറെ നാളായി അദ്ദേഹത്തിന്റെ വായ്ക്കുള്ളിലെ തൊലി ഉരിഞ്ഞു പോകുന്നു. സംസാരിക്കാനും ആഹാരം കഴിക്കാനും ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ഉമിനീരിറക്കാൻ പോലും വയ്യ. വേദന താങ്ങാൻ പറ്റണില്ല സ്വാമി. നമ്മുടെ കയ്യിൽ മരുന്നുകളൊന്നും ഇല്ലല്ലോ, എന്തു ചെയ്യും? സ്വാമി ഞങ്ങളെ കൈവെടിയരുത്.
സ്വാമിയുടെ കൈവടിഞ്ഞ പിന്നെ തീ തിന്ന് കഴിയേണ്ടി വരും. വല്ലതും ഇരിപ്പുണ്ടോ? അല്പം മുമ്പ് ഇവർ സ്വാമിക്ക് ഇലയിൽ വിളമ്പിയ ചോറും കറികളും ഇരിപ്പുണ്ട്. ഇദ്ദേഹം സാധാരണ എന്താ കഴിക്കാറ്? പാലും വെള്ളവും മാത്രം, ചിലപ്പോ കഞ്ഞിയുടെ വെള്ളവും. എന്താ എരിവും പുളിയൊക്കെ പറ്റുമോ? പറ്റില്ല സ്വാമി, പാലും വെള്ളവും കഴിച്ചാൽ തന്നെ വേദനയാണ്. ഇനിയിപ്പോ എന്തു ചെയ്യും? എങ്ങനെയും രക്ഷിക്കണം സ്വാമി. തീ പിടിക്കുന്ന വേദന ഒന്ന് അണച്ചു തരണം സ്വാമി. ആ ഇലയിലെ ചോറും കറികളും ഇങ്ങോട്ട് എടുക്കൂ. മടിക്കണ്ട, എരിയും പുളിയൊക്കെ ഉണ്ടെങ്കിലും തിന്നാം. എങ്ങനെ ഉണ്ടായിരുന്നു? അമൃതം നുളഞ്ഞ പോലെ. അമൃത് കഴിച്ചാൽ പിന്നെ ജരാന്തരങ്ങളില്ല, വേദനയുമില്ല. ഇനി എല്ലാം കഴിക്കാം. എല്ലാം സ്വാമിയുടെ അനുഗ്രഹം. ദേവിയുടെ അനുഗ്രഹം. ആ ഉരുളച്ചോറിൽ അന്നപൂർണേശ്വരിയല്ലേ, അത് പ്രസാദമായി.